എവിക്ഷൻ ഡേ, അങ്ങനെ ഒരു ഫൈനലി എവിക്ഷൻ ഡേ വന്നിരിക്കുകയാണ്. റസ്മിൻ ഒന്ന് പുറത്തിറങ്ങാൻ നോക്കിയിരിക്കുമായിരുന്നു അടിച്ച് വെളിയിൽ കളയാനായിട്ട്. റസ്മിൻ ഫൈനലി പുറത്തായിട്ടുണ്ട്. ഇവളൊക്കെ ആദ്യമേ പോകേണ്ടതാണ് ആ ഒരു പവർ റൂം കാരണമാണ് ഇത്രയും നാൾ അതിനകത്ത് പിടിച്ചിരുന്നത്. പവർ റൂമിന് വെളിയിലിറങ്ങി നോമിനേഷനിൽ വന്നു, പുറത്തു പോയി. എനിക്ക് സന്തോഷമായി. ഇത്രയും ബഹുമാനമില്ലാത്ത ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ഞാൻ കണ്ടിട്ടില്ല. അത്രയും ലെജൻഡായിട്ടുള്ളൊരു മനുഷ്യൻ വന്നിട്ട് പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് ലാൽ സാർ അത് കണ്ടിട്ടില്ലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും റെസ്പെക്റ്റ് ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ഞാൻ കണ്ടില്ല ഈ സീസണിൽ. ഇതുവരെ ഒരു സീസണും കണ്ടിട്ടില്ല. അത്രയ്ക്ക് ബോറ്. ഇപ്പം നല്ല ഗെയിം പ്ലേ ആണെങ്കിൽ അതെങ്കിലും ഉണ്ടെന്ന് പറയും. ഇത് ചുമ്മാ ഒരു കാര്യമില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പവർ റൂമിൽ കയറി അവിടെ പിടിച്ചു നിന്നതാണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ച് വെളിയിൽ കളയേണ്ടതാണ്. എന്തായാലും ഗബ്രി പോയി, റസ്മിനും പോയി. ഇങ്ങനെ വീക്കായിട്ടുള്ളവരെല്ലാം പോട്ടെ. ഇതിപ്പം ഇനിയുണ്ട് 12 പേര്, 10ാമത്തെ ആഴ്ചയായി. ഇതെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? 12 പേരെയൊക്കെ വെച്ചിട്ടാണ് ടിക്കറ്റ് ഫിനാലൊക്കെ നടത്താൻ പോകുന്നത്. കഴിഞ്ഞ വട്ടം 10 റാങ്കിങ് വെച്ചിട്ടാണ് റാങ്കിങ് ഒക്കെ നടത്തിയത്. ഈ വട്ടം എന്തൊക്കെയോ പാളിയിട്ടുണ്ട്. എന്തായാലും പാളി പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ഒരു എപ്പിസോഡിനെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഫാമിലി വന്നതിൻ്റെ വിശേഷം പറച്ചിലായിരുന്നു. ആദ്യം കുറച്ച് നേരം ആ ഒരു വിശേഷങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം കഴിഞ്ഞ വീക്കിലെ ഗെയിമിനെ പറ്റിയിട്ട് പറയുന്നു. ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നു. ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു, ഗെയിമിൻ്റെ ക്യാപ്റ്റൻ നല്ലതായിരുന്നോ അല്ലയോ എന്നൊക്കെ ആ ഒരു സംസാരങ്ങളൊക്കെ വരുന്നു. പിന്നീട് ഡംഷിറാദ് കളിക്കുന്നു. അത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് 1 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ എവിക്ഷൻ പ്രോസസ്സാണ്. എനിക്ക് ഉറപ്പായിരുന്നു റസ്മിനെ പോവുള്ളൂ എന്നുള്ളത്. എന്തായാലും ഞാൻ ഹാപ്പിയാണ് റസ്മിൻ പോയതുകൊണ്ട്. സത്യം പറഞ്ഞാൽ അതിലേക്ക് എന്തിനാണ് ഇത്ര നാൾ അതിനകത്ത് നിർത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു റസ്മിൻ. എനിക്കങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തായാലും പുറത്തു പോയാലോ. ഇനിയും കുറച്ചും കൂടെ ഫിൽറ്റർ ചെയ്തെടുക്കാനുണ്ട് അതിനകത്ത് കുറച്ച് ആളുകളെ കൂടെയൊക്കെ. പക്ഷെ ഇനിയിപ്പം ടൈറ്റ് ആവും കേട്ടോ. ഇനിയിപ്പോൾ നിൽക്കുന്നതിൽ ജിൻഡോ ഉണ്ട്, ജാസ്മിൻ ഉണ്ട്. ജിൻഡോ, ജാസ്മിൻ, അപ്സര, ശ്രീതു, അർജുൻ, പിന്നെ സിജോ, പിന്നെ സായി, നന്ദന, പിന്നെ ആരാണ് അതിനകത്തുള്ളത്? അൻസിബ, ഋഷി, നോറ. അടുത്തത് നോറ ആയിരിക്കും പോകുന്നത്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അടുത്ത എവിക്ഷനിൽ നോറ പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ല അൻസിബയ്ക്ക് പക്ഷേ നല്ല പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അൻസിബയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ സപ്പോർട്ട് പുറത്ത് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അൻസിബ മറ്റേ കുതന്ത്രമാണല്ലോ, മറ്റേ ബാക്കിൽ നിന്നിട്ട് ഋഷിയെ കൊണ്ട് കളിപ്പിക്കുകയാണ് എന്നുള്ള ടോക്കുണ്ട്. സത്യമാണ് അത്. എന്തായാലും കൊള്ളാം. ഇനിയിപ്പം കളിട്ടൈറ്റാവും. എൻ്റെ ഒരു ഇതിൽ ജിൻഡോ കപ്പടിക്കണം എന്നാണ്. മുക്കില്ലാത്ത മുക്കൻ രാജാവ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. നല്ലൊരു കണ്ടസ്റ്റൻറ്റും ഇല്ല. ഇപ്പം ജാസ്മിന് കൊടുക്കുന്നതിലും ബെറ്റർ ഓപ്ഷൻ ജിൻഡോയ്ക്ക് കൊടുക്കുന്നതിനെ ഞാൻ പറയുള്ളൂ. വേറെ ആരും ഇല്ല. ജിൻഡോ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അവിടെ കുറച്ചെങ്കിലും നന്നായിട്ട് കളിക്കുന്നത്. വേറെ ആരുണ്ട്? അപ്സരയോ? എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ, പറയാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും റസ്മിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇനി വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ട്. ശനി ഞായർ വീക്കെൻഡ് എപ്പിസോഡും വരുന്നുണ്ട്. അപ്പം കറക്റ്റാവും. ഒരു 2 പേരെ കൂടെ ഓരോ ദിവസവും ശനി ഞായറും ഓരോരുത്തരെ വിട്ട് കഴിഞ്ഞാൽ 10 പേരാവും. 11ാമത്തെ വീക്കിൽ 10 പേര്. പിന്നെ പതുക്കെ നല്ല സമയമില്ല. പിന്നെയും വീക്കിലി ഡബിൾ എവിക്ഷനൊക്കെ നടത്തേണ്ടി വരും. പിന്നെ ഇനിയിപ്പോൾ മറ്റേ മണി ബോക്സ് ഉണ്ട്, ടിക്കറ്റ് ഫിനാലെ ഉണ്ട്. ഇത് 2 പേരേ ഉള്ളൂ. 2 വീക്ക് അതങ്ങ് പോകും. ഈ ടിക്കറ്റ് ഫിനാലെ നല്ല എന്തെങ്കിലും ഗെയിമൊക്കെ നടത്തി ടിക്കറ്റ് ഫിനാലെ ആര് കൊണ്ടുപോകും? ആരെങ്കിലും കൊണ്ടുപോയിട്ട് ടിക്കറ്റ് ഫിനാലെ ഈ വട്ടത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ടിക്കറ്റ് ഫിനാലേക്ക് വേണ്ടി കളിയും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ വട്ടത്തെ കണ്ടസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഗെയിം വരുന്ന സമയത്ത് വിട്ടുകൊടുക്കുന്ന പരിപാടി അല്ലെങ്കിൽ നോമിനേഷനിൽ വരണം എന്നൊന്നും അവർക്കില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഫൈനലിലെത്തണം എന്നുള്ളൊരിതാണ്. അതുകൊണ്ട് ഈ വട്ടം എല്ലാവരും ഭയങ്കരമായിട്ട് കളിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനിയിപ്പം കളി ഡേറ്റ് ആവണം, മാറുമായിരിക്കും, ദൈവത്തിനറിയാം. ഒന്നും പറയാൻ പറ്റാത്തൊരു സീസണാണിത്. സത്യം പറഞ്ഞാൽ ആരാണ് ഇതുവരെ കപ്പടിക്കുന്നത് ഇതുവരെ ഒരു യാതൊരു ഐഡിയ ആർക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് അത്ര ഉള്ളതാണ് ഗൈസ്. അപ്പം വെറുതെ നമ്മളെന്തിനാണ് ആവശ്യമില്ലാത്തതെല്ലാം പറയുന്നതല്ലേ. ഇതിപ്പം അകത്ത് ബിഗ് ബോസ് നടക്കുന്നതിൽ പുറത്ത് വേറെ അഖിൽമാരുടെ ശോഭ ആ ഒരു സാധനം നടക്കുന്നുണ്ട് ഇപ്പോഴും പുറത്ത്. അഖിലിന്ന് ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്താണ്? അതൊക്കെ അവർ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂസാണ്. നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതങ്ങനെ ഒരു സൈഡ് കിടക്കുന്നു. എനിക്കൊന്നും അകത്തേക്കാട്ടിലും നല്ലത് പുറത്തെ ബിഗ് ബോസ് കാണുന്നതാണെന്ന് തോന്നുന്നു. കാരണം കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അഖിൽ ലൈവ് വരുന്നു, മറ്റേടത്ത് വാർത്ത ഇത് കൊടുക്കുന്നു, ഇൻ്റർവ്യൂ എടുക്കുന്നു.
നല്ല രസമാണത്. ഏതായാലും അത് നടക്കട്ടെ, ഇത് നടക്കട്ടെ. ഏതായാലും നമ്മളത്ര മകൻ നിർത്തുകയാണ്.